നമസ്കാരം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ പോലീസുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോബി ലോഡ്ജുകളിൽ റെയ്ഡ് നടത്തുന്നതായിരുന്നു. ലോഡ്ജുകളിലും ഹോട്ടലുകളിലുമൊക്കെ ഇവർ റെയ്ഡ് നടത്തും. അവിടെ നിന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടികൂടും. ഇവരുടെ ചിത്രങ്ങളെടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കും. ഇവരെ നാണം കെടുത്തി കോടതിയിലേക്ക് കൊണ്ടുപോയി പലപ്പോഴും റിമാൻഡ് ചെയ്യും. പിന്നീട് സുപ്രീം കോടതി ഇടപെടൽ നടത്തി അപരിഷ്കൃതമായ ആ നിയമം റദ്ദാക്കിക്കൊണ്ട് പ്രായപൂർത്തിയായ ഒരു ആണിനും പെണ്ണിനും അവരുടെ സമ്മതപ്രകാരം സ്വന്തമായി ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. ഇതോടുകൂടി ഹോട്ടലുകളിലും ലോഡ്ജുകളിലുമുള്ള റെയ്ഡുകൾ അവസാനിച്ചു. എന്നാൽ ഇപ്പോഴും ലഹരി അടക്കമുള്ള ഇടപാടുകളുടെ പേരിൽ റെയ്ഡ് നടത്താൻ അവകാശം പോലീസിന് ബാക്കിയുണ്ട്. പക്ഷെ വളരെ കരുതലോടെ മാത്രമാണ് ഇത് ചെയ്യുന്നത്. അത്തരത്തിൽ ലഹരിയോ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവോ ലഭിച്ചില്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരാളുടെ സ്വകാര്യതയിൽ കടന്നു കയറി എന്നതിന്റെ പേരിൽ പോലീസിനെ കേസും പുക്കാറുമായി നടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുമുള്ള റെയ്ഡുകൾ ഇപ്പോൾ ഇല്ലാതായി. ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി നിസ്സാരമല്ല. റെയ്ഡുകൾ നടത്തണമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. പ്രായപൂർത്തിയായവർ പരസ്പര സമ്മതത്തോടെ കഴിയട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ലൈംഗിക അരാജകത്വം അടക്കി വാഴാൻ ഇത് കാരണമായി. ഗുരുവായൂർ പോലെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഒഴുകിയെത്തിയ ഇടങ്ങളിലെല്ലാം ലോഡ്ജുകളിൽ തിരക്കുകൂടി. ഭഗവാനെ തൊഴാനാണ് എന്ന വ്യാജേനെ യുവതീ യുവാക്കൾ കൂട്ടത്തോടുകൂടി വന്ന് ഇവിടെ മുറിയെടുത്ത് താമസിക്കുന്നത് ശീലമാക്കി. അതിനിടയിൽ എയർബിഎൻബി പോലുള്ള മുറികൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഓൺലൈൻ കമ്പനികൾ കൂടി ശക്തി പ്രാപിച്ചതോടെ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം തിരക്കുള്ള ഒരു മേഖലയായി ഇത് മാറി. കോളേജിൽ പഠിക്കുന്ന കുട്ടികളടക്കം പലരും വീട്ടുകാരെ കബളിപ്പിച്ച് ഇത്തരം ഹോട്ടലുകളിലേക്കും ലോഡ്ജുകളിലേക്കും താമസിക്കാൻ പോകാൻ തുടങ്ങി. പതിയെ പതിയെ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ ലൈംഗിക താല്പര്യത്തോടെ 1-2 മണിക്കൂർ മാത്രം താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്ന തരത്തിൽ മുറികൾ ഒരുക്കി കൊടുക്കുന്നത് ഇവർ പതിവാക്കി. നാടിൻ്റെ നാനാഭാഗത്തും ഇങ്ങനെ മണിക്കൂറുകൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന സമ്പ്രദായം ആരംഭിച്ചിരിക്കുന്നു. പണ്ടൊക്കെ ഒരു മുറി വാടകയ്ക്കെടുത്താൽ ഒരു ദിവസത്തെ വാടക കൊടുക്കണമായിരുന്നു. ഒരു ദിവസത്തേക്ക് മാത്രമായിരുന്നു ബുക്കിംഗ് എങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. 1 മണിക്കൂറിനും 2 മണിക്കൂറിനും 3 മണിക്കൂറിനുമൊക്കെ ഇപ്പോൾ മുറികൾ വാടകയ്ക്ക് കിട്ടും. അതായത് ഒരു പെൺകുട്ടിയുമായ ഒരു യുവാവിനെ ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ പോയി 1 മണിക്കൂർ താമസിച്ചിട്ട് പോകാൻ പോലും സൗകര്യമുണ്ട്. 1 മണിക്കൂറിനും 3 മണിക്കൂറിനും 5 മണിക്കൂറിനും 6 മണിക്കൂറിനുമൊക്കെ വ്യത്യസ്തമായ റേറ്റുകൾ. അങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളെ ഊരുറപ്പിച്ച് വീടിന് പുറത്തേക്ക് വിടാൻ പോലും കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടു. ഇത്തരം മാഫിയ സംഘങ്ങൾ ലഹരി കച്ചവടക്കാരുടെ ഇടനിലക്കാർ കൂടിയായതോടെ നമ്മുടെ നാട്ടിൽ അരാജകത്വം അരങ്ങുവാഴുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും അധികം ഇപ്പോൾ കാണുന്ന പരസ്യങ്ങളിലൊന്ന് 1-2 മണിക്കൂറിന് നിങ്ങൾക്ക് മുറി വാടകയ്ക്ക് കിട്ടുന്ന ഇടങ്ങളെക്കുറിച്ചാണ്. യാദൃച്ഛികമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പരസ്യം ഞെട്ടലോടുകൂടിയാണ് ഞാൻ കണ്ടത്. അതിലെ മുറി എവിടെയാണെന്നും അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഏതാണെന്നുള്ള ഭാഗം ഒഴിവാക്കി ഞാൻ മനസ്സോടെ പ്രേക്ഷകരെ കാണിക്കാം. നിങ്ങളുടെ പാർട്ട്ണറുമായി 2 മണിക്കൂർ ചെസ് ഒക്കെ കളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം കാണിച്ചു തരട്ടെ ഗുരുവായൂരിൽ. അതും വരും 349 രൂപ. ഇനി 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കളി കഴിഞ്ഞില്ല എന്ന് വിചാരിക്കാം. 6 മണിക്കൂറിന് വരും 399 രൂപയുള്ളൂ. ഇനിയിപ്പോ 6 മണിക്കൂർ കൊണ്ട് കളിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഫുൾ ഡേക്ക് ഇവിടെ വരും 999 ഉള്ളൂ കേട്ടോ. പിന്നെ പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ. ഇവിടെ റൂംസ് ഒക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. TV, വൈഫൈ, ഹോട്ട് വാട്ടർ എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. ചെസ് കളിയെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്. അത് ബോധപൂർവമാണ് എന്ന് വ്യക്തമാണ്. പിന്നീട് വ്യംഗ്യാർത്ഥത്തിൽ ആ പദം ചുരുക്കി ഉപയോഗിക്കുന്നു. പിന്നീട് അങ്ങോട്ട് മുഴുവൻ ചുരുക്കപ്രയോഗമാണുള്ളത്. അതായത് പച്ചയ്ക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ. എന്ന് വെച്ചാൽ യുവാക്കളെയും യുവതികളെയും ഒക്കെ നിങ്ങൾ ധൈര്യമായി ഇങ്ങോട്ട് പോരൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇവിടെ നടക്കും, ഇവിടെ പ്രൈവസി ഉണ്ട്, ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാൻ യുവതികളെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നു. സോഷ്യൽ മീഡിയ തുറന്നാൽ നിരവധിയായി കാണുന്നത് ഇത്തരം മാർക്കറ്റിങ്ങുകളാണ്. ഈ ഒരു ആത്മവിശ്വാസത്തിലാണ് പലപ്പോഴും പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നത്. പിന്നീട് അവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അവർ അനുഭവിച്ച് മാത്രമേ മനസ്സിലാക്കൂ. ഇതൊരു മാഫിയ സംഘമായി വളർന്നു പന്തലിക്കുന്നു. ഇവർ വ്യംഗ്യാർത്ഥത്തിൽ പെൺകുട്ടികളെ ഇത്തരം മുറികളിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ ലൈംഗിക പീഡനങ്ങളും ലഹരി കച്ചവടം പോലും നടക്കുന്ന സാഹചര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ഈ നാട്ടിലെ വീട്ടമ്മമാരുടെ മനസ്സ് കീഴടക്കിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ വൃത്തികേടിനെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ ആരംഭിക്കണം. പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും ഒരുമിച്ച് താമസിക്കാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തെ ബഹുദൂരം പിന്നോട്ട് നയിക്കുന്ന മാഫിയ സംഘങ്ങളെ നിലയ്ക്ക് നിർത്താൻ, അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കാൻ, പെൺകുട്ടികളുടെ ജീവിതം വഴിതെറ്റി പോവാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ.